പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു. കാരണം ചെറുതായിട്ടൊന്ന് വീണു. അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആണെങ്കിൽ നമുക്ക് ബിരിയാണി ഇല്ലാതെ പറ്റില്ലല്ലോ. കൈയാണെ വയ്യാണ്ടിരിക്കുകയാണ്. പക്ഷേ അധിക ആർഭാടങ്ങളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റിൽ കോംപ്രമൈസ് ഇല്ലാതെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി. അതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ആദ്യം കരുതിയത് ഫുൾ വീഡിയോ എടുക്കാമെന്നാണ്. പക്ഷേ ഒറ്റക്കൈ കൊണ്ടുള്ള ജാലവിദ്യയായിരുന്നു. അതുകൊണ്ട് ഒരു കൈ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എടുത്തില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറേ മുന്നേ ഷാജിദ ഷാജി എന്ന് പറയുന്നൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, അവർ 1 മാസം കൊണ്ട് 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കി. മറ്റെല്ലാവരും 5ഉം 10ഉം വർഷം എടുത്തിട്ട് ആകുന്നില്ല. അവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷമായി. പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അവരോട് ഭയങ്കര നന്ദിയുണ്ട്. എനിക്കറിയാം ഞാൻ ഒരു വലിയ യൂട്യൂബറൊന്നല്ല എന്ന്. പക്ഷെ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കവർ വലിയ കാര്യം തന്നെയാണ്. എല്ലാവരോടും നന്ദിയുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എങ്ങനെയുള്ള വീഡിയോ ആണ് ഇടേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ബിരിയാണിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് തൈരില്ലേ, ഉള്ളിയും പിന്നെ കക്കിരി ഒക്കെ ഇട്ടിട്ടുള്ള അതും, പിന്നെ അച്ചാർ, ചമ്മന്തി, പുതിന ചമ്മന്തി, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പപ്പടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷെങ്കിൽ പിന്നെ അപ്പോഴൊക്കെ കൈ നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഞാനത് അവിടെ അങ്ങ് നിർത്തി.